ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, ഒന്നുകൂടി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് വരാം. നിങ്ങൾക്ക് പിന്നെ എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു ഏരിയ വിട്ടിട്ടുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് frequency domain representation of discrete time signals, discrete time Fourier series for discrete periodic signals and its properties, and discrete time Fourier transform DTFT and its properties. Then magnitude and phase response. ഇത്രയും ടേംസ് ആണ് ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ഓൾറെഡി വാട്ട് ഈസ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അതിൻ്റെ 2-3 ന്യൂമറിക്കൽസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Okay, then what is DTFT? Discrete time Fourier transform. DTFT is used for transforming a discrete time aperiodic sequence x of n in time domain into frequency domain. Okay, that is DTFT. Okay, if discrete time periodic signals, then it is DTFS, discrete time Fourier series. Okay, if it is an aperiodic sequences, then we call it as DTFT, and here we are converting the time domain signal into its corresponding frequency domain. Okay, and what is its equation? X of e raised to j omega is equal to summation of n is equal to minus infinity to infinity x of n e raised to minus j omega n. Okay, this is the equation to find out the DTFT of a time domain sequence. Okay, and then what is inverse DTFT? Frequency domain discrete sequence x of e raised to j omega can be converted back into time domain discrete time sequence by using the following equation. Okay, so this is the equation used to convert a DTF a signal in frequency domain in back into its time domain sequence. Okay, so x of n is equal to 1 by 2 pi integral 0 to 2 pi x of e raised to j omega into e raised to j omega n d omega. So ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് discrete time Fourier transform find out and equation, and this one is the inverse DTFT equation. ഓക്കെ, ഒന്ന് ആ ഒരു ടേംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ടുണ്ടാവും. നമ്മൾ ഈ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, 2-3 ന്യൂമറിക്കൽസും ഡിസ്കസ് ചെയ്തതാണ്. ഓർക്കുന്നുണ്ടോ? എനിബഡി? റോഷ്നി, എവിടെയെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഓക്കെ, നിങ്ങൾ ഒന്ന് ആ ലാസ്റ്റ് ക്ലാസ്സിലുള്ള ലാസ്റ്റ് ക്ലാസ് 2 അവർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ 2 അവറിൻ്റെയും വീഡിയോസ് ഒന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്തൊന്ന് പഠിക്കുക കേട്ടോ, ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുക. കാരണം ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ടിങ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കുക. അവിടെ നമ്മൾ എന്താ വേറെ കുറച്ച് ഫോർമുലാസ്, സമ്മേഷൻ ഓഫ് സീരീസ് ഫോർമുലാസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഇതൊന്ന് നോക്കിയിട്ട് വരണം. ആ 2 വീഡിയോസ് എടുത്തൊന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് വരണം. So today we are going to discuss about properties of DTFT. Okay, properties of DTFT. അപ്പോൾ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ലീനിയാരിറ്റി, ടൈം ഷിഫ്റ്റിംഗ്, ടൈം റിവേഴ്സൽ, കൺവല്യൂഷൻ, ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഓരോ കേസിനും ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം, ഇനി ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്, അങ്ങനെ എല്ലാ ടേംസിനും എന്താണ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. സംവാട്ട് എല്ലാം സിമിലർ ആയിരിക്കും. സോ ഏതെങ്കിലും ഒന്ന് നീറ്റായിട്ട് പഠിക്കുക, എന്നിട്ട് അതിനെ കമ്പയർ ചെയ്ത് മറ്റുള്ള പ്രോപ്പർട്ടീസ് പഠിക്കുക. ഓക്കെ, ചിലപ്പോൾ ഓരോ ടേംസിന് സ്പെസിഫിക് ആയിട്ട് ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കും. Okay, so properties of DTFT. First one is the linearity property. That is, if x1 of n Fourier transform is x1 of e raised to j omega and x2 of n Fourier transform is x2 of e raised to j omega, then we can write a x1 of n plus b x2 of n Fourier transform is a x1 of e raised to j omega plus b x2 of e raised to j omega. Okay, this is linearity property. Okay, and second one is time shifting property.
That is, if x of n Fourier transform is x of e raised to j omega, then we can write x of n minus n0, its Fourier transform is e raised to minus j omega n0 into x of e raised to j omega. This is a time shifting. Okay, ഇവിടെ നമ്മൾ ഷിഫ്റ്റിംഗ് ടൈം എന്താണ്, അതിന് കറസ്പോണ്ടിങ് വരുന്നത് ഒരു ഫ്രീക്വൻസി ടേം ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, ഒരു എക്സ്പെനൻഷ്യൽ ടേം ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ, ആ ടേമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഓരോ പ്രോപ്പർട്ടീസും നോക്കണം, നമ്മൾ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ന്യൂമറിക്കൽസ് ചെയ്യുന്നുണ്ട്. Then third one is time reversing. That is, if x of n Fourier transform is x of e raised to j omega, then we can write x of minus n. ഓക്കെ, ഇവിടെ ടൈം റിവേഴ്സിംഗ് വന്നു. ഇത് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിന്റെ കേസാണ്, അതാണ് എക്സ് ഓഫ് എൻ വന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചു, സി ടി എഫ് ടി ഒക്കെ പഠിച്ചു, അവിടെയാണെങ്കിൽ എക്സ് ഓഫ് ടി ആയിരുന്നു, സോ എക്സ് ഓഫ് മൈനസ് ടി ആവും. ഇപ്പൊ ടൈം റിവേഴ്സിംഗ് തന്നെയാണ്, എന്താണ് ഡിസ്ക്രീറ്റ് സീക്വൻസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് യൂസ് ചെയ്യുക. സോ എക്സ് ഓഫ് മൈനസ് എൻ, ഇറ്റ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് ഇ റേസ്ഡ് ടു മൈനസ് ജെ ഒമേഗ. ഓക്കെ, ഫ്രീക്വൻസിയിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ എക്സ്പോണൻഷ്യൽ ടേമിൽ റൈസ് ടു മൈനസ് ജെ ഒമേഗ വരും. This is time reversing property. And the fourth one is frequency shifting. Okay, if x of n Fourier transform is x of e raised to j omega, then we can write e raised to j omega 0 into n x of n. This is the frequency shifting. Its Fourier transform is x of e raised to j omega minus omega 0. Okay, time shifting ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നലിൽ എക്സ് ഓഫ് എൻ മൈനസ് എൻ സീറോ അതാണ് ഷിഫ്റ്റിംഗ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഫോറിയർ ട്രാൻസ്ഫോം വിൽ ബി എൻ എക്സ്പോണൻഷ്യൽ ടേം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ സീറോ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, എൻ എക്സ്പോണൻഷ്യൽ ടേം ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ വരും. ഓക്കെ, ഇൻ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് കേസ് എന്താണ്, ഫ്രീക്വൻസിയിലാണ് ഷിഫ്റ്റ് വരുന്നത് അല്ലേ, എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഇൻറ്റു ഒമേഗയാണ് ഫ്രീക്വൻസി, സോ ഒമേഗ മൈനസ് ഒമേഗ സീറോ വരും, ഷിഫ്റ്റിംഗ് വരും. ആൻഡ് അതിന്റെ ടേം എങ്ങനെയാണ് എഴുതാൻ പറ്റുക, എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലിൽ ഒരു എക്സ്പെൻഷ്യൽ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇഫ് എ സിഗ്നൽ ഇൻ ടൈം ഡൊമെയിൻ then we are multiplying it with the frequency, an exponential term, and its Fourier transform will be equal to frequency shifting. ഇതാണ് ഇവിടെയുള്ള ഒരു കോൺസെപ്റ്റ്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം, ടൈം ഷിഫ്റ്റിംഗ് ആൻഡ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്. And then comes convolution property. Okay, if x1 of n Fourier transform is x1 of e raised to j omega and x2 of n Fourier transform is x2 of e raised to j omega, then we can write x1 of n convolution x2 of n, its Fourier transform is x1 of e raised to j omega into x2 of e raised to j omega. Okay, here we just want to multiply those signals. Okay, time domain we have to do the convolution procedures, different methods under, but if it is converted into a Fourier transform, then we can just multiply that two signals and find out the convolution. Okay, this is the convolution property. And then finally sixth property is Parseval theorem. Okay, Parseval theorem gives the expression for energy of a sequence x of n with respect to dtft. ഇതാണ് പാർസെവൽ തിയറം പറയുന്നത്. പാർസെവൽസ് തിയറം പറയുന്നത് ഓക്കെ, എന്താണ്, നമുക്കുള്ള ആ ഒരു സീക്വൻസ് എക്സ് ഓഫ് എന്നിന്റെ എനർജീനെ അതിന്റെ ഡി ടി എഫിന്റെ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് എക്സ് ഓഫ് എൻ ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് ഇ റേസ്ഡ് ടു ജെ ഒമേഗ, then energy of x of n that can be written like energy is equal to summation of n is equal to minus infinity to infinity mod x of n whole square is equal to 1 by 2 pi into integral minus pi to pi mod x of e raised to j omega square d omega. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. So this is called Parseval's theorem. Parseval's theorem gives the expression for energy of a sequence x of n with respect to its dtft x of e raised to j omega. Okay, so 6 properties ആണ് നിങ്ങൾക്ക് dtft ൽ പഠിക്കാനുള്ളത്. And here sometimes they may ask to write the proof for convolution property and Parseval's theorem. ആ രണ്ട് കേസിൽ നിങ്ങളോട് പ്രൂഫ് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഒരു ക്വസ്റ്റ്യൻ തരും,
അത് ഈ ഏതെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ന്യൂമറിക്കൽ ആയിരിക്കും. So first of all, you have to identify which property is to be used there, and second, you have to find the solution for that problem, and third, they ask to write the proof. Okay, ആ ഒരു പാറ്റേണിൽ വരും. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുണ്ടാവും, ഏത് പ്രോപ്പർട്ടി ആണെന്ന് എഴുതാനുണ്ടാവും, ആൻഡ് ഓൾസോ അത് പ്രൂവ് ചെയ്യാനും ഉണ്ടാവും. മോസ്റ്റ്ലി ഈ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയും പാർസിവൽസ് തിയറും ആണ് പ്രൂഫിന് വേണ്ടി അധികം ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫ് പഠിച്ചു വെക്കാം. അത് നമുക്ക് കമ്പയർ ചെയ്ത് ഏതിന്റെ ചോദിച്ചാലും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. ഇനി അതുപോലെ കുറച്ച് ആൾക്കാർ സീരീസിന് എക്സാമിന് ഇങ്ങനെ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് സ്റ്റേറ്റ് ദാറ്റ് തിയർ എന്നുള്ളത് അധികം ആൾക്കാരും ചെയ്തിട്ടില്ല. അതിന് സ്പെസിഫിക് മാർക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏത് തിയർ ആണെന്ന് മനസ്സിലായിട്ടാണ് നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, അത് ക്ലിയർ ആണ്. ബട്ട് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തിയറം സെപ്പറേറ്റ് എടുത്ത് സ്റ്റേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, തിയറം ഓർ ആ ഒരു തിയറം അല്ല പ്രോപ്പർട്ടി, ഇവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തെങ്കിൽ ആ പ്രോപ്പർട്ടി ഏതാണെന്ന് എഴുതുക. ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രം സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അത് ശ്രദ്ധിക്കുക, ബിക്കോസ് അതിന് സ്പെസിഫിക് മാർക്ക് ഉണ്ട്. സോ നമുക്ക് കൺവല്യൂഷൻ പ്രോപ്പർട്ടീന്റെ പ്രൂഫ് നോക്കാം. If we have x1 of n convolution x2 of n is, നമുക്ക് ഓൾറെഡി അറിയാം കൺവല്യൂഷൻ ഇക്വേഷന്റെ ഇക്വേഷൻ എങ്ങനെയാണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾസിനെ പഠിച്ചു വരുന്നതാണ്. കൺവല്യൂഷൻ ഇക്വേഷന് ഒന്നുകിൽ നമുക്ക് അതിന് y of n is equal to x1 of n, ഒന്നുകിൽ നമുക്ക് y of x is equal to x1 of n convolution x2 of n represent ചെയ്യാം. Okay, and there is another equation also. എന്താണ്? Summation of k is equal to minus infinity to infinity x1 of k into x2 of x2 of n minus k. Okay, അപ്പം ഒന്നുകിൽ നമുക്ക് ഈ ഇക്വേഷനിലെ കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം ബൈ യൂസിങ് ഇക്വേഷൻ മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഈ രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. എന്താണ്? x1 of n convolution x2 of n ന്റെ ഇക്വേഷൻ എന്താണ്? Summation of k is equal to minus infinity to infinity x1 of k into x2 of n minus k. Okay, this is the equation we are using to find the convolution. Then നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ, നമുക്ക് എന്താണ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യേണ്ടത്? അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ടേമിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. So Fourier transform of x1 of n convolution x2 of n എഴുതാം. Okay, and we know that DTFT ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇപ്പൊ ഡിസ്ക്രീറ്റ് ടൈം അപീരിയോഡിക് സിഗ്നൽസ് ആണെങ്കിൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? DTFT x of e raised to j omega is equal to summation of n is equal to minus infinity to infinity x of n into e raised to minus j omega n. ഓർമ്മയില്ലേ? എന്തായാലും നിങ്ങൾ ആ ഒരു ഏരിയ കുറച്ച് വിട്ടിട്ടുണ്ടാവും. സോ എന്തായാലും ആ ലാസ്റ്റ് ക്ലാസ്സിലെ 2 വീഡിയോസ് എടുത്ത് നോക്കണം. ഓക്കെ, സോ നോക്കൂ, DTFT ഇക്വേഷൻ അല്ലെങ്കിൽ if a signal is in a periodic form and also a discrete time sequence, then we are using this equation to find out its Fourier transform. That is x of e raised to j omega is equal to summation of n is equal to minus infinity to infinity x of n into e raised to minus j omega n. Okay, ഇതാണ് ഇക്വേഷൻ. So here instead of x of n നമുക്ക് എന്താ വരുന്നത്? That convolution term, that is x1 of n convolution x2 of n. Okay, so just substitute the, okay, Fourier transform of this term will be equal to summation of n is equal to minus infinity to infinity. ഇവിടെ instead of x of n എന്ത് എഴുതണം? We have to write this term x1 of n convolution x2 of n. Okay, അതാണ് ഇവിടെ x1 of n convolution x2 of n എഴുതിയത് into e raised to minus j omega n. Okay, so equation ഇതുപോലെ മാറ്റി എഴുതാം. Okay, then what is the equation for x1 of n convolution x2 of n? That is equal to summation of k equal to minus infinity to infinity x1 of k into x2 of n minus k. അല്ലേ? ഇതിന്റെ ശരിക്കും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റി എഴുതാം. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു. സോ ഈ ഒരു ടേം x1 of n convolution x2 of n നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ എഴുതാം. അതാണ് ഈ സ്റ്റെപ്പിൽ വരുന്നത്. That is summation of n is equal to minus infinity to infinity
summation k is equal to minus infinity to infinity x1 of k into x2 of n minus k into പുറത്തെ ടേം എന്താണ് e raised to minus j omega n. ഓക്കെ, ഈ ടേം വന്നത് ക്ലിയർ ആണോ? എനിക്ക് ഈ റൈറ്റിംഗ്സ് ക്ലിയർ ആവുന്നില്ലേ? ഈ റൈറ്റിംഗ്സ് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഈ സ്റ്റെപ്പ് വന്നത് ക്ലിയർ ആണോ? ഈ തേർഡ് സ്റ്റെപ്പ് ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ ഈ സ്റ്റെപ്പ് വരെ എത്തിയാൽ ദെൻ വി ഹാവ് ടു ഇന്റർചേഞ്ച് ഇൻ ദ ലിമിറ്റ്സ് ഓഫ് സമ്മേഷൻ. ഓക്കെ, ആൻഡ് റീഅറേഞ്ച് ചെയ്യാം. ഇത്ര വരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സമ്മേഷൻ ലിമിറ്റിന് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്, അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് നമ്മുടെ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയിരുന്നു. അതിനെ മാറ്റി ഫസ്റ്റ് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻറ്റു, ഇപ്പൊ കെയുടെ ടേം നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ x1 of k into x2 of n minus k into e raised to minus j omega n. Okay, here k മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഇത് മാത്രമേ ഉള്ളൂ അല്ലെ, x1 of k. ബാക്കി ടു ടേംസിലും n എന്നുള്ള വേരിയബിൾ ഉണ്ട്, സോ അത് എന്നിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. സോ k ഡിപ്പെൻഡ് ചെയ്യുന്നത് x1 of k മാത്രമേ ഉള്ളൂ. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സമ്മേഷന്റെ പുറത്ത് കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സമ്മേഷൻ k ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻറ്റു x1 of k, ദാറ്റ് ഈസ് ഇൻറ്റു, പിന്നെ ബാക്കി ടേംസ് ഏതൊക്കെയുള്ളത്? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ദെൻ ഈ ടേം ഉണ്ടാവും x2 of n minus k, that is x2 of n minus k into e raised to minus j omega n. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മൾ സമ്മേഷന് ഇന്റർചേഞ്ച് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഒരു n മൈനസ് കെ ടേം ഉണ്ട്. ഓക്കെ, അതിനെ നമ്മളൊരു സിംഗിൾ വേരിയബിൾ ആക്കണം. സോ ലെറ്റ് ടേക്ക് n മൈനസ് കെ ഇസ് ഈക്വൽ ടു പി. ഓക്കെ, n മൈനസ് കെ ഇസ് ഈക്വൽ ടു പി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ സെക്കൻഡ് സമ്മേഷൻ. ഈ സെക്കൻഡ് സമ്മേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ n മൈനസ് കെ ഇസ് ഈക്വൽ ടു പി ആണെങ്കിൽ വാട്ട് ഈസ് n? n ഈസ് ഈക്വൽ ടു പി പ്ലസ് കെ ആയിരിക്കും. ഓക്കെ, ഓർ n ഈസ് ഈക്വൽ ടു കെ പ്ലസ് പി ആയിരിക്കും. ഓക്കെ, ആൻഡ് സമ്മേഷന്റെ കേസിൽ നമ്മൾ ഡയറക്ട്ലി n ഈസ് ഈക്വൽ ടു പി എന്ന് എടുത്താൽ മതി, ബിക്കോസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അവിടെ പി ആയാലും പി പ്ലസ് കെ ആയാലും ആ വാല്യൂ എന്താണ്, ആ ചേഞ്ച് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു അസംഷൻ എടുത്തിട്ട് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ വി ക്യാൻ റൈറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x1 of n convolution x2 of n is equal to summation of k is equal to minus infinity to infinity x1 of k, നമ്മൾ ഓൾറെഡി എഴുതിയതാണ്, into summation of, instead of n we have to write p. Okay, p equal to minus infinity to infinity x2 of what is n minus k, that is p, x2 of p into e raised to minus j omega into n. Okay, what is n? That is k plus b. Okay, so instead of k, n we have to write k plus b. So e raised to minus j omega into k plus b. ഈ രീതിയിലേക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ദെൻ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? ഈ ടേം, ഈ എക്സ്പോണൻഷ്യൽ ടേം എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു കെ പ്ലസ് ടി ആണ്. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു കെ, ദാറ്റ് ഈസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു പി. ഓക്കെ, ബിക്കോസ് അവിടെ കെ പ്ലസ് പി ആണ്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി, ആ രീതിയിലേക്ക് മാറ്റി എഴുതും. ഇനി നോക്കിയേ, ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ കെ എന്നുള്ള ഈ ടേമിനെ നമുക്ക് നേരെ ഈ സമ്മേഷനിലേക്ക് കൊണ്ടുവരാം, ബിക്കോസ് അവിടെ കെ എന്നുള്ളതാണ് വേരിയിങ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ ഇതിന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഫൈനലി വി ക്യാൻ റൈറ്റ് സമ്മേഷൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 of k into e raised to minus j omega k into summation of p is equal to minus infinity to infinity x2 of p into e raised to minus j omega p. ഓക്കെ, ഈ ഫോമിലേക്ക് അതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ ഇതിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു x1 of k, സോറി x1 of e raised to j omega. ഇതെന്താണ്? സമ്മേഷൻ k is equal to minus infinity to infinity x1 of k into e raised to minus j omega k
ഡി ടി എഫ് ടിയുടെ ഇക്വേഷൻ ഫോമിലാണുള്ളത് അല്ലേ. സോ അതിന് മാറ്റി എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് x1 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ നോക്കിയേ, സമ്മേഷൻ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x2 ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി. ഓക്കെ, ഹിയർ ഓൾസോ വി ക്യാൻ എന്താണ് സെയിം ഇക്വേഷൻ ആണ് അല്ലേ, അതിൽ വേരിയബിൾ ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് കെ ഹിയർ വി ആർ ടേക്കിംഗ് പി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പിക്ക് പകരം എൻ ഏത് വേരിയബിൾ യൂസ് ചെയ്യാം. സോ ഇതും എന്താണ്, ഇറ്റ്സ് എൻ ഇക്വേഷൻ ഫോർ ഡി ടി എഫ് ടി ആണ്. ഓക്കെ, ബട്ട് ഇത് x2 ഓഫ് പി ആണ്. സോ വി ക്യാൻ റൈറ്റ് x2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, സോ ഫൈനലി നമുക്ക് എന്ത് എഴുതാം, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x1 of n convolution x2 of n is equal to x1 of e raised to j omega into x2 of e raised to j omega. Okay, ഇതല്ലേ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഇവിടെ കൺവല്യൂഷൻ ടൈം ഡൊമൈനിലാണെങ്കിൽ കൺവല്യൂഷൻ എന്നുള്ള ഓപ്പറേഷൻ യൂസ് ചെയ്യണം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ എ ഫ്രീക്വൻസി ഡൊമൈൻ വി ജസ്റ്റ് വാണ്ട് ടു മൾട്ടിപ്ലൈ ദോസ് സിഗ്നൽസ്. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വേണ്ടുള്ളൂ. Is it clear? ഓക്കെ ആണോ? നമ്മൾ ഈ കൺവല്യൂഷൻ്റെ സിമിലർ ആയിട്ട് എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി. പിന്നെ ഇത് സിമ്പിളാണ്, നമുക്ക് ജസ്റ്റ് ആ ഒരു ഡി ടി എഫ് ടിയുടെ ഇക്വേഷനും കൺവല്യൂഷൻ ഇക്വേഷനും അറിയാം. പിന്നെ ഒരു ടേമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻ മൈനസ് കെ ഈക്വൽ ടു പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു അസംഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് വെച്ച് ആ ഇക്വേഷൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഫൈനലി x1 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു x2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, ഇത് ഇന്ന് തന്നെ ഒന്ന് നോക്കുക. ഇത് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത 2 വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ഡി ടി എഫ് ടിയുടെ ഇതൊന്ന് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർസെവൽസ് തിയറത്തിൻ്റെ പ്രൂഫ്. ഓക്കെ, 1 സെക്കൻഡ്. ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1, ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1, 6, 7 അല്ല ഇവിടെ? Roll number 1, roll number 4, okay, 4 present. Okay, roll number 1, roll number 7. Absent അല്ലേ? Okay. Okay, next Parseval's theorem. വേഗം അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. എന്തായിരുന്നു Parseval's theorem? If x of n Fourier transform is x of e raised to j omega, then energy of x of n is given by E is equal to
that is energy is equal to summation of n is equal to minus infinity to infinity mod x of n whole square is equal to 1 by 2 pi integral minus pi to pi mod x of e raised to j omega whole square into d omega. Okay, so ഈ ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Okay, so just ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. If you're starting from left hand side, finally we have to prove that this is equal to RHS. RHS is equal to LHS, that is 1 by 2 pi integral minus pi to pi mod x of e raised to j omega square d omega. Okay, നമ്മൾ ഇപ്പോൾ എൽ എച്ച് എസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് പ്രൂവ് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഇഫ് എക്സ് ഓഫ് എൻ ഫോർ എ ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, ദെൻ ഈ എൽ എച്ച് എസിൽ വരുന്ന ഒരു ടേം എന്താണ്, മോഡ് എക്സ് ഓഫ് എൻ. ഓക്കെ, സോ മോഡ് എക്സ് ഓഫ് എൻ ദാറ്റ് വി ക്യാൻ റിട്ടൺ ലൈക്ക്, നമുക്ക് മോഡ് എക്സ് ഏതൊരു ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, that is equal to square root of x into x conjugate. ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, സോ എക്സ് ഓഫ് മോഡ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു വാട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫോമിലേക്ക് നമുക്ക് എഴുതാം. ദെൻ വാട്ട് ഈസ് മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ, നമുക്ക് ഇവിടെ മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ വേണം അല്ലേ. ഇവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓരോ ടേംസ് എടുത്തിട്ട് അതിൽ ഓരോ സമ്മേഷനും അതിൻ്റെ സ്ക്വയറിങ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് വരാൻ പറ്റുമോ നോക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് എക്സ് ഓഫ് എൻ എടുത്തു, അതിൻ്റെ മോഡ് എക്സ് ഓഫ് എൻ എടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ്. ദെൻ എക്സ് ഓഫ് എൻ മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള സ്ക്വയർ റൂട്ട് പോയി അല്ലേ, സോ വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ്. ദെൻ എനർജി ഓഫ് എ സിഗ്നലിന്റെ ഇക്വേഷൻ എന്താണ്, എനർജി ഓഫ് എ സിഗ്നലിന്റെ ഇക്വേഷൻ എന്താണ്, സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ. ഓക്കെ, സോ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ വാട്ട് വി ക്യാൻ റൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ് അല്ലേ. നമ്മൾ ജസ്റ്റ് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടു മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ്. ഓക്കെ, സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് 2 സ്റ്റെപ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ പാർസെവൽസ് തിയറം ഒന്ന് എഴുതി വെച്ചേ, ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേ. ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കും, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് ആയോ? ഇക്വേഷൻ എഴുതി എടുത്തിട്ടുണ്ടോ? കംപ്ലീറ്റ് ആയോ? സോ എന്നാൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
ഓക്കെ സോറി, ക്ലാസ് 10:20 വരെയല്ലേ? ഹലോ ഹലോ, നിങ്ങളുടെ ക്ലാസ് 10:20 വരെയല്ലേ? ഓക്കെ ഓക്കെ, സോ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിത് 10:10 വരെയാണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമ്മൾ ഈ സ്റ്റെപ്പ് വരെ എത്തി അല്ലേ? മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ്. ഓക്കെ, ഈ സ്റ്റെപ്പ് വരെ എത്തി. ദെൻ വി നോ ദാറ്റ് ഇക്വേഷൻ ഫോർ എനർജി എന്താണ്? ഇ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ. ഓക്കെ, ഇതാണ് എനർജിയുടെ ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ ഇക്വേഷൻ എടുത്ത് എഴുതാം. ഇ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ. ഓക്കെ, അതിൽ ഇൻസ്റ്റെഡ് ഓഫ് മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ വാട്ട് വി ക്യാൻ റൈറ്റ്? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റിന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ്. ഓക്കെ, സോ ദെൻ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേമിന് അവിടെ തന്നെ വെക്കുക. ഓക്കെ, സോ സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ അവിടെ തന്നെ വെക്കുക. ദെൻ എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ്. ഓക്കെ, അവിടെ വി ഹാവ് ടു അപ്ലൈ ഇൻവേഴ്സ് ഡി ടി ഓഫ് ടി ഇക്വേഷൻ. ഓക്കെ, എന്തായിരുന്നു ഇൻവേഴ്സ് ഡി ടി ഓഫ് ടി ഇക്വേഷൻ? വാട്ട് ഈസ് ഇൻവേഴ്സ് ഡി ടി ഓഫ് ടി? ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇൻവേഴ്സ് ഡി ടി ഓഫ് ടി? Transformation of a frequency domain signal back into its time domain. Okay, so x of n is equal to 1 by 2 pi integral 0 to 2 pi x of e raised to j omega into e raised to j omega n. ഇതായിരുന്നു ഇൻവേഴ്സ് ഡി ടി ഓഫ് ദി ഇക്വേഷൻ. ഓക്കെ, സോ എന്ത് ചെയ്യുക? ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്താണുള്ളത്? ആ കോൺജുഗേറ്റ് ആണുള്ളത്. സോ ആ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് അതിനെ ഹോൾ കോൺജുഗേറ്റ് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ഡി ടി എഫ് ടി ഇക്വേഷൻ. ഹിയർ ലിമിറ്റിന് ചേഞ്ച് ഉണ്ട്. നമ്മൾ 0 to 2 പൈ എടുക്കുന്നുണ്ട്, ഇവിടെ -π to π എടുക്കുന്നത്. ബട്ട് എന്താണ്? ടൈം പീരീഡ് സെയിം ആണ് അല്ലേ? 0 to 2 പൈ ആണെങ്കിലും -π to π ആണ്, ടൈം പീരീഡ് സെയിം ആണ്. സോ ഇവിടെ എടുത്തിരിക്കുന്നത് -π to π ആണ് ലിമിറ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ സിമെട്രിക്കൽ ആണ് സീക്വൻസ് എങ്കിൽ നമുക്ക് ഏത് ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഈ എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ഡി ടി എഫ് ടി ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ആ ഒരു ടേം ആണെന്ന് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, എക്സ് ഓഫ് എന്നിന് പകരം ഇൻവേഴ്സ് ഡി ടി എഫ് ടി ഇക്വേഷൻ യൂസ് ചെയ്യും. സോ 1 by 2 pi integral minus pi to pi x of e raised to j omega into e raised to j omega n into d omega. Okay, അത് എക്സ് ഓഫ് എൻ ആയിരുന്നുവെങ്കിൽ ഹിയർ എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ് ആണ്. സോ ഈ ഇക്വേഷൻ ഹോൾ കോൺജുഗേറ്റ് കൊടുക്കും. ഓക്കെ, ദെൻ ആ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടേമിലേക്ക് മാത്രമായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുക. സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു 1 by 2 pi ഇൻറ്റഗ്രൽ -π to π. ഈ ഫുൾ ടേമിനായിരുന്നു നമ്മൾ കോൺജുഗേറ്റ് കൊടുത്തത് അല്ലേ? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. സോ ഇവിടെ ഈ ടേംസ് ഒക്കെ ഈ സമ്മേഷൻ ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അവിടെ കോൺജുഗേറ്റിന്റെ എഫക്ട് വരുന്നില്ല. സോ എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ എന്നുള്ളതിന് എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ കോൺജുഗേറ്റ് കൊടുക്കും. ഇൻറ്റു ഇ റേസ് ടു ജി ഒമേഗ എൻ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു മൈനസ് ജി ഒമേഗ എൻ ആണ്. ഓക്കെ, അവിടെ കോൺജുഗേറ്റിന് പകരം ഇ റേസ് ടു മൈനസ് ജി ഒമേഗ എന്ന് കൊടുത്താൽ മതി. ഇത് ക്ലിയർ ആണോ ഈ സ്റ്റെപ്പ്? ഇത് ഹോൾ കോൺജുഗേറ്റ് ആണ്. നമ്മൾ ആ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ ടേം സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കുകയാണ്. അപ്പം എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ കോൺജുഗേറ്റ് ഇൻറ്റു ഇ റേസ് ടു ജി ഒമേഗ എൻ കോൺജുഗേറ്റ് വരും. ഓക്കെ, അപ്പം എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ കോൺജുഗേറ്റ് അങ്ങനെ തന്നെ വെക്കുക. ഇ റേസ് ടു മൈനസ് ജി ഒമേഗ
സോറി, ഇ റേസ് ടു ജി ഒമേഗ എൻ കോൺജുഗേറ്റിന് പകരം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയിട്ടില്ല. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? ഇൻവേഴ്സ് ഡി ടി എഫ് ടി അപ്ലൈ ചെയ്യുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇവിടെ എന്താ, ഹോൾ കോൺജുഗേറ്റ് ആണ്. ഇപ്പൊ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് ടേംസിന്റെ കേസിൽ ഇപ്പം എക്സ് പ്ലസ് ജെ ബി ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്? എക്സ് മൈനസ് ജെ ബി ആയിരിക്കും. ഇതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലക്സ് ടേംസിന്റെ കേസിലാണ്. ഇനി ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്, ഈ ടേമിൽ ദിസ് ഇസ് ഹോൾ കോൺജുഗേറ്റ് ആണ്. അപ്പോൾ ഈ കോൺജുഗേറ്റ് എന്നുള്ള ടേം ഞാൻ ഈ രണ്ട് ടേംസ് ഇപ്പോൾ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയ്ക്കും ഇ റേസ് ടു ജെ ഒമേഗ എന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. സോ ഐ ക്യാൻ റൈറ്റ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കോൺജുഗേറ്റ് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ കോൺജുഗേറ്റിനെ എനിക്ക് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ എഴുതാം. ക്ലിയർ ആണോ? കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമേജിനറി പാർട്ടിൽ സൈൻ കൺവേർഷൻ വരുന്നതാണ്. ഇപ്പൊ ക്ലിയർ ആണോ ആഷ്ന? ഓക്കെ, എന്താണ് ഇപ്പം എക്സ് പ്ലസ് ജെ ബി എന്ന് പറയുന്നതിന്റെ കോൺജുഗേറ്റ് എന്താണ്? എക്സ് മൈനസ് ജെ ബി ആണ്. ഇത് കോൺജുഗേറ്റ് ആണ്. ഓക്കെ, അപ്പം അവിടെ ഇമേജിനറി പാർട്ടിന്റെ സൈൻ ആണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, സോ എന്താണ് ഇവിടെയുള്ള ഇ റേസ് ടു ജെ ഒമേഗ എന്നുള്ള ടേമിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്നാവും. ഓക്കെ, സോ ഇതുപോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സമ്മേഷന്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഇന്റഗ്രേഷൻ ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, സോ 1/2 പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇത്രയും ടേമിനെ നമ്മൾ ഫസ്റ്റ് എടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻറ്റു ദെൻ ഏത് ടേമാണ് വരുന്നത്? സമ്മേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ഇൻറ്റു ഡി ഒമേഗ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ടേംസിന് നമ്മൾ ഔട്ട് സൈഡേക്ക് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിന് പുറത്തെടുത്തതിന് ബാക്കി എന്താ വരുന്നത്? സമ്മേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ഇൻറ്റു ഡി ഒമേഗ. ഓക്കെ, ബിക്കോസ് ഇവിടെയൊക്കെ വേരിങ് ക്വാണ്ടിറ്റി ഏതാണ്? എൻ ആണ്. സോ എന്നിന്റെ ടേംസിനൊക്കെ ഒന്നിച്ച് കൊണ്ടുവന്നു. ഓക്കെ, എന്നാലും നമുക്ക് സമ്മേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്നിന്റെ ടേമാണ് വേരിങ്, ബാക്കി ടേംസ് കോൺസ്റ്റന്റ് പോലെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, ആൻഡ് ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഐ മീൻ ഇതെന്താണ്? ഡി ടി എഫ് ടി ഇക്വേഷൻ ആണ് അല്ലേ? സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഇതെന്താണ്? ഇക്വേഷൻ ഫോർ ഡി ടി എഫ് ടി ആണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഇത് നമുക്ക് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും ടേംസിൽ നമുക്ക് മാറ്റിയിട്ട് വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ മാത്രം ഒന്ന് നോക്കിയേ. ഇവിടെ എന്താ ഉള്ളത്? 1/2 പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കോൺജുഗേറ്റ് ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, അപ്പം ഈ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കോൺജുഗേറ്റ് ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ നമുക്ക് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ മോഡ് ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതായിരുന്നു അല്ലേ? നോക്കി, എക്സ് ഓഫ് എൻ മോഡ് എക്സ് ഓഫ് എൻ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ കോൺജുഗേറ്റ് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇതിനെ തിരിച്ച് അങ്ങോട്ട് എഴുതിക്കൂടെ? എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ കോൺജുഗേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതല്ലേ ആർ എച്ച് എസ് വരുന്നത്? നോക്കിയേ, ആർ എച്ച് എസ് വരുന്നത് എന്താ? 1/2 പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ മോഡ് എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ. ഓക്കെ, സോ നമ്മളിവിടെ എന്ത് ചെയ്തു? എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് പ്രൂവ് ചെയ്തു.
ക്ലിയർ ആണോ? ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം എക്സ്റ്റേണലി ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ് ഓഫ് എൻ കോൺജുഗേറ്റിന് പകരം നമ്മൾ അവിടെ ഡി ടി എഫ് ടി ഇക്വേഷൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഫസ്റ്റ് ഓഫ് ഓൾ എൽ എച്ച് എസ് ഇസ് ഇക്വൽ ടു ആർ എച്ച് എസ് കിട്ടണം എന്നുള്ള ആ ഒരു ടേമിലേക്ക് എഴുതി വന്നാൽ മതി. ഫസ്റ്റ് ഈ ഇക്വേഷൻ വെച്ച് തുടങ്ങുന്നത്. ഓക്കെ, മോഡ് എക്സ് ഓഫ് എൻ എന്താണ്, മോഡ് എക്സ് ഓഫ് എൻ സ്ക്വയർ എന്താണ്, അങ്ങനെ വെച്ച് അതിൽ പിന്നെ ഇക്വേഷൻ എനർജി ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതി അങ്ങനെ വരും. പിന്നെ ഒരു ടേമിൽ മാത്രം നമ്മൾ ഡി ടി എഫ് ടി ഇൻവേഴ്സ് ഡി ടി എഫ് ടി ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഈ രണ്ട് പ്രൂഫും ഇന്ന് തന്നെ പഠിക്കാം. കൺവല്യൂഷൻ പ്രോപ്പർട്ടിയും പാർസബൈസ് തിയറും. ഓക്കെ, ഇന്ന് തന്നെ പഠിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ഡി ടി എഫ് ടി വെച്ചിട്ട് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ന്യൂമറിക്കൽസ് ചെയ്യണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.